ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 4ഉം 6ഉം പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുക. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പ്രതികൾക്കും ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ്. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുമ്പാകെ വരികയാണ്. അഴിമതി നിരോധന നിയമം ചുമത്തിയ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. 4ാം പ്രതിയാണ് എസ് ജയശ്രീ. അവർക്കെതിരെയുള്ള കുറ്റം ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ, സ്വർണ്ണപ്പാളി കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തി എന്നുള്ളതാണ് ജയശ്രീക്കെതിരെയുള്ള കുറ്റം. ശ്രീകുമാർ ആകട്ടെ ഈ മൊഹസറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. രണ്ടുപേരും ഇത് നിഷേധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാത്രം തങ്ങൾ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അവരുടെ സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നിലവിൽ കടക്കരുതെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും രണ്ടുപേരുടെയും ജാമ്യ ഹർജി പരിഗണിക്കുക. ഇന്ന് വരെ ഇവരുടെ അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നീട്ടിയിരുന്നു. അതിന് തുടരുമോ എന്നുള്ളതും ഏറെ നിർണായകമായ കാര്യമാണ്. അന്വേഷണ സംഘമാകത്തെ ഇവരുടെ കസ്റ്റഡിയും ചോദ്യം ചെയ്യലും അതിനിർണായകം എന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.